അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു സുമ്മയഊദു ഫയുനാദിൽ മുനാദി അയ്യുല്ലദീന കാനത് തതജാഫാ ജുനൂബുഹും അനിൽ മളാജി വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ് ഖാല നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളിലും പലരും ഈ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത് വിളിക്കുന്ന വിഭാഗം ഈ ചന്തവിളക്കാരും ഈ പരിസര പ്രദേശക്കാരെല്ലാവരും പാതിരാത്രിയിൽ കടന്നുറങ്ങുമ്പോൾ, എല്ലാരും തന്റെ ഈ തണുപ്പുള്ള രാത്രിയിൽ തന്റെ പുതപ്പിന്റെ കീഴിൽ കിടന്ന് സുഖിച്ചു കിടന്നുറങ്ങുമ്പോ രാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവനുണ്ടല്ലോ, അവൻ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ തഹജ്ജുദ് നിസ്കാരം ഉള്ളവരാണ്, നിസ്കരിക്കുമായിരുന്നു. നമ്മളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുമായിരുന്നു റമളാനിൽ. കാരണം വെട്ടി വിഴുങ്ങാൻ എഴുന്നേക്കുമല്ലോ, രാത്രി എഴുന്നേറ്റ് വല്ലതും തിന്നണ്ടേ. ആ തിന്നണ സമയത്ത് ഈ വർഷമാണല്ലോ 6:45, ആ സമയം വരെ, ഏകദേശം 6:45 വരെ ഏറ്റവും കൂടുതൽ സമയം വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അത്രയും നേരം പട്ടിണി ഇരിക്കണമല്ലോ, അതുകൊണ്ട് നല്ല പിടിപ്പിക്കാൻ എഴുന്നേക്കുമായിരുന്നു. ആ എഴുന്നേക്കുന്ന സമയത്തൊക്കെ നമ്മൾ നിസ്കരിച്ച് 29-ാം രാവിന്റെ അന്ന് നിർത്തിയതാ. പിന്നെ ഇന്ന് വരെ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരൊന്ന് ചിന്തിക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, തഹജ്ജുദ് നിസ്കരിച്ചാൽ നീ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രിയൊക്കെ എഴുന്നേറ്റ് നിസ്കരിക്കണം, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം. നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയാം? എന്റെ പ്രിയപ്പെട്ടവരെ, ആരും അറിയാതെ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 5 പ്രതിഫലം പറയുന്നു. രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവന് കിട്ടുന്ന 5 പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അല്ലാഹുവിനെ കണ്ടപ്പോൾ അല്ല പറഞ്ഞു, നബിയേ, എന്റെ അടിമകളിൽ ചില ആൾക്കാരെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. എന്റെ അടിമകളിൽ ചില ആൾക്കാരെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ. അവൻ എന്നെ ഓർക്കുന്നതിനേക്കാൾ ഞാൻ അവനെ ഓർക്കുന്നു നബിയേ. അവൻ എന്നെ കുറിച്ച് പറയുന്നതിനേക്കാൾ ഞാൻ അവനെ കുറിച്ച് മലക്കുകളോട് പറയുന്നുണ്ട് നബിയേ. അവൻ എന്നിലേക്ക് നടന്നു വന്നാ ഞാൻ അവനിലേക്ക് ഓടിപ്പോകും നബിയേ. അവൻ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഞാൻ അവനെ കാണാൻ ആഗ്രഹിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പടച്ചവൻ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, അല്ലാ, നീ ഇത്രയും ഇഷ്ടപ്പെടുന്നവരാരാണല്ലാ? അവരുടെ അടയാളമെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാ, പടച്ചവൻ സ്നേഹിക്കുന്നവരുടെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? ഈ ഇരിക്കുന്ന മജ്‌ലിസിലിരിക്കുന്ന നിങ്ങൾ തീരുമാനിച്ചോ, നിന്നെ അല്ലാഹു സ്നേഹിക്കുന്നുണ്ടോ? പടച്ചവന്റെ സ്നേഹം നിനക്ക് കിട്ടിയിട്ടുണ്ടോ? ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? അവൻ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണ ഏതെങ്കിലും ഒരു ഉപ്പയോ ഉമ്മയോ ഈ മജ്‌ലിസിലുണ്ടെങ്കിൽ നീ തീരുമാനിച്ചോ, നിന്നെ അല്ലാഹു സ്നേഹിക്കുന്നു. നീ നിലനിർത്ത. അല്ലാഹു ബാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിസ്കാരമില്ലെങ്കിൽ വിചാരിച്ചോ വൺ സൈഡ് പ്രണയമായിട്ട് നടക്കുക ഒരു കാര്യമില്ലെന്ന്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം ഇന്നലെ ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ അല്ലാഹു സലാം പറയും. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സ്വർഗത്തിൽ വെച്ച് സലാം പറയുമ്പോ അള്ളാനെ കണ്ടുകൊണ്ട് സലാം അടക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ തഹജ്ജുദ് നിസ്കരിച്ചാൽ മതി എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലെ പറഞ്ഞ വിഷയത്തിൽ 2 കാര്യം പറഞ്ഞു. അതിലെ മൂന്നാമത്തെ കാര്യം, ആ വിഷയത്തിലെ മൂന്നാമത്തെ കാര്യം, തഹജ്ജുദ് നിസ്കരിക്കുന്നവൻ അള്ളാനെ കാണാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ പ്രതിഫലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരലോകത്ത് 2 വിഭാഗത്തിന്റെ തല മാത്രമേ ഉയർന്നു നിൽക്കൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ പടച്ചവന്റെ കോടതിയിൽ എല്ലാവരുടെ തലയും താഴ്ന്നു നിൽക്കും. ആദം നബി വരെ കരയുക. ആദം നബി കരയുക. എന്തിനാ കരയണേ? ആദം നബി അലൈഹിസ്സലാമിനെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും സൃഷ്ടിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, യാ ആദം ഉസ്കുൻ അൻത വ സൗജുകൽ ജന്ന,
വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറ. ആദം നബിയും തന്റെ ഭാര്യയും സൃഷ്ടിച്ചിട്ട് പടച്ചവൻ പറഞ്ഞു, ആദവേ ആ കാണുന്ന മരത്തിനടുക്ക മാത്രം പോകല്ലോ. ആദം നബി പോയി, അതിന്റെ പേര് ഇരുന്ന് കരയ. നൂഹ് നബി ഇരുന്ന് കരയ. 950 വർഷം ദഅവത്ത് നടത്തി. എന്നിട്ട് തന്റെ ഭാര്യയെയും മോനും പോലും മുസ്ലിമാക്കാൻ കഴിഞ്ഞില്ല. വെള്ളത്തിൽ മുങ്ങിച്ചാവുന്ന സമയത്ത് അള്ളാഹിനോട് ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യം ചോദിച്ചു. അതുകൊണ്ട് കരയ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇരുന്ന് കരയുന്നത്, ഒരു പ്രവാചകൻ കള്ളം പറയാൻ പാടില്ല, ജീവിതത്തിൽ 3 കള്ളം പറഞ്ഞു, അതിന്റെ പേരിൽ കരയ. മൂസാ നബി അലൈഹിസ്സലാം ഒറ്റയടിക്ക് കൊന്നു കളഞ്ഞു, ഒരു കൊല ചെയ്തവനാ, അതിനെക്കുറിച്ച് ഓർത്ത് കരയ. ഓരോ പ്രവാചകന്മാരും ഇങ്ങനെ അന്ന് വിഷമിച്ചിരിക്കുക. എല്ലാരും കരയുന്ന ദിവസം, എല്ലാരും ദുഃഖത്തിൽ നിൽക്കുന്ന ദിവസം, 2 വിഭാഗത്തിന്റെ തല മാത്രം ഉയർന്നു നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 കാര്യം പറഞ്ഞു തരാൻ ചെയ്യൂ. 2 കാര്യം പറഞ്ഞു തരാൻ ചെയ്യൂ. ചെയ്ത നാളെ അവിടെ വെച്ച് തല ഉയർന്നവരായി കാണാൻ കഴിയും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരികൾക്ക് ഒരേ ഒരു കാര്യമേ ചെയ്യാൻ പറ്റൂ, ആണുങ്ങൾക്ക് 2 കാര്യവും ചെയ്യും. സഹോദരിമാർക്ക് 1 കാര്യം, ആണുങ്ങൾക്ക് 2 കാര്യം. ഇൻഷാ അല്ലാഹ് ചെയ്യില്ലേ? ചെയ്യാന്നുള്ളവരൊന്ന് കൈപൊക്കിക്കുക. നിങ്ങൾ പൊക്കണ്ട, താത്തിട്ടാണ്. 1, ഇനിയിപ്പം ഉസ്താദ് കൈപൊക്കുന്നത്, ഉസ്താദ് പെണ്ണുങ്ങളെ കൊണ്ട് കൈപൊക്കിയ 1ാമത്തെ വിവാദമാണ് കൈപൊക്കുന്നത്. എന്തായാലും ഞാൻ അങ്ങനെ ഒന്നുമില്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, 1ാമത്തെ കാര്യം, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ പടച്ചവന്റെ കോടതിയിൽ തല ഉയർന്നു നിൽക്കുന്ന 1ാമത്തെ വിഭാഗം, അത് പാതിരാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിച്ചവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ നട്ടുച്ച സമയത്ത് നിസ്കരിക്കാൻ അവനെ കൊണ്ടും പറ്റും. ഒന്ന് ആലോചിക്കുക, പള്ളിയിലെ ഉസ്താദ് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുക. ഉസ്താദ് വെള്ളിയാഴ്ച ദിവസം പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചില മഹാന്മാർ കയറി വരും. ഏറ്റവും 1:30 ആവാറാകുമ്പോഴായിരിക്കും വരുന്നത്. തോളിന്റെ മുകളിൽ കൂടെ ചാടി കയറി അവസാനം അങ്ങ് ഫ്രണ്ടിൽ സഫി വന്നിട്ട് ഇവനൊരു കൈ കെട്ടുണ്ട്. ഇവൻ കെട്ടിനുണ്ടാ വിചാരിക്കുക അർശിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് വനക്കും. 4 പേര് കാണാനുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ നിസ്കാരങ്ങളൊക്കെ വന്ന് കാണണം. അല്ലാഹുവേ, എന്തൊരു ഭവ്യതയോടുകൂടി ഹൗഫും ഖുശൂഉം ഒക്കെ അവനത് എല്ലാം ഒരുമിച്ച് കിട്ടിയവരെ പോലെ. എന്റെ പ്രിയപ്പെട്ടവരെ, നട്ടുച്ച സമയത്ത് കയറി നിസ്കരിക്കാം, പകലൊക്കെ നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ട് പറ്റും. പക്ഷെ പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ച കൂടെ കിടക്കണ ഭാര്യ പോലും ചിലപ്പോൾ അറിയില്ല. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ പോലും ചിലപ്പോൾ അറിയില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് പോലും അറിയില്ല നീ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത്. ആ പാതിരാത്രിയിൽ നീ എഴുന്നേറ്റ് പടച്ചവനെ ഓർത്ത, ആരും സഹായിക്കാനില്ലാത്ത ദിവസം നിന്നെ അല്ലാഹു ഓർക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാരുടെ ചാൻസ് കഴിഞ്ഞ് ഇത് ഒരു കാര്യമേ ഉള്ളൂ, നിത്യമായിട്ട് ചെയ്യുക. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. എന്തായിരിക്കും അറിയോ? താത്താമാർക്ക് ചെയ്യാൻ പറ്റൂല, കാക്കാമാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. എന്താ ഒരു കാര്യം? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒരാളുണ്ട്. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് പള്ളിയിലെ ഖത്തീബല്ല. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ആരെന്നറിയോ? ഈ നാട്ടിൽ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ ഒരാളും പരിഗണിക്കൂല. കാണുന്നവനും വരുന്നവനും പോകുന്നവനൊക്കെ നെഞ്ചത്ത് കയറുന്ന ഒരു പാവപ്പെട്ടവനുണ്ട്. ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറയുകയാണ്, അല്ലാഹുവിന്റെ ഭവനത്തിൽ 5 നേരവും ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാ എന്ന് ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനുണ്ടല്ലോ, അവന്റെ തലനാളെ പടച്ചവന്റെ കോടതിയിൽ ഉയർന്നു നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതിരാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന 3ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ പാപം ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഒരു പുള്ളി വീഴുകയാണ്. ഓരോ പാപം ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു കുത്തു വീഴുകയാ. പാപങ്ങൾ അധികരിക്കുന്നതനുസരിച്ച് ഹൃദയങ്ങൾ കറുക്കുകയാണ്. നമ്മുടെ ഹൃദയങ്ങൾ കറുത്തുപോയത് കൊണ്ടല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ 10ഉം 18ഉം വർഷക്കാലം പൊന്നുപോലെ തന്റെ പൊന്നുമക്കളെ വളർത്തുകയാ. വളരെ വളരെ ആഗ്രഹത്തോടുകൂടി മോഹത്തോടുകൂടി വളർത്തുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും നാട്ടുകാരുടെ മുന്നിൽ കരയാൻ വിധിച്ചിട്ട് ഇറങ്ങി ഓടുകയാ. തന്റെ കാമുകന്റെ കൂടെ ഇറങ്ങി ഓടുന്ന മുസ്ലിം പെണ്ണി സമുദായത്തിൽ ഉണ്ടാകുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ,
അതാ പാപപ്പെട്ട 2-3 പ്രസവിച്ച എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് തന്റെ പൊന്നുമക്കളുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നത് കാമുകന്റെ കൂടെ ജീവിക്കാനല്ലേ? എന്റെ പ്രിയപ്പെട്ടവരൊന്ന് ചിന്തിച്ചു നോക്കണേ. മൃഗങ്ങളെക്കാല് വൃത്തികെട്ടവരെ പോലെ എന്റെ പ്രിയപ്പെട്ട സമുദായം ഇങ്ങനെ അധപ്പതിച്ചു പോകുന്നത് ഹൃദയം കറുത്തു പോയത് കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ കണ്ണൂപ എന്റെ പ്രിയപ്പെട്ടവരെ, പൊന്നാനിക്കടുത്തൊരു സ്ഥലമുണ്ട്.